നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള രാമായണ കഥകളിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് ലക്ഷ്മണരേഖ. സീതാ രാമലക്ഷ്മണന്മാരുടെ വനവാസ കാലത്ത് പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ സീതാ അപഹരണത്തിന് വേണ്ടി രാവണൻ മാരീചനെ സ്വർണ്ണമാനിൻ്റെ വേഷത്തിൽ അയക്കുകയും ആ മാനിനെ കണ്ട് മോഹിക്കുന്ന സീതയ്ക്ക് വേണ്ടി രാമൻ മാനിനെ പിടിക്കുന്നതിന് വേണ്ടി മാനിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നു. വളരെ നേരം കഴിഞ്ഞിട്ടും രാമനെ കാണാതെ വരികയും രാമൻ്റെ കരച്ചിൽ കേൾക്കുകയും ചെയ്യുമ്പോൾ രാമന് എന്തോ ആപത്ത് പിണഞ്ഞുവെന്ന് കരുതിയ സീത ലക്ഷ്മണനോട് രാമനെ അന്വേഷിച്ചു പോകുന്നതിന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ കരഞ്ഞത് തൻ്റെ ജ്യേഷ്ഠൻ രാമൻ അല്ല എന്നും അത് മാരീചൻ്റെ മായയാണ് എന്നും പറയുന്ന ലക്ഷ്മണനോട് സീത അത്യന്തം പരുഷമായി സംസാരിക്കുന്നു. പരുഷമായ വാക്കുകൾ കൊണ്ട് ലക്ഷ്മണനെ ശകാരിക്കുന്നു. അപ്പോൾ ഈ ശകാരം കേട്ട ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് പോകാൻ തയ്യാറാവുകയും പോകുന്നതിന് മുമ്പ് സീത നിൽക്കുന്ന സ്ഥലത്ത് സീതയ്ക്ക് ചുറ്റും ഒരു വൃത്തം വരയ്ക്കുകയും ആ വൃത്തം മുറിച്ച് കടക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ലക്ഷ്മണൻ വരയ്ക്കുന്ന ഈ വൃത്തത്തിനെയാണ് ലക്ഷ്മണരേഖ, അതായത് മുറിച്ച് കടക്കാൻ പാടില്ലാത്തത് എന്നുള്ള ഒരർത്ഥത്തിൽ ലക്ഷ്മണരേഖ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ലക്ഷ്മണരേഖ ആയിട്ട് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ രാമായണത്തിൽ അങ്ങനെ ലക്ഷ്മണൻ ഒരു വൃത്തം വരച്ചതായിട്ടോ രേഖ വരച്ചതായിട്ടോ പറയുന്നില്ല. രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ മാരീച നിഗ്രഹം എന്ന അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഈ സന്ദർഭം വരുന്നത്. ഇതിൽ സീത ലക്ഷ്മണനെ ശകാരിച്ച് കഴിയുമ്പോൾ, വളരെ മോശമായ രീതിയിൽ സീത ലക്ഷ്മണനെ ശകാരിച്ച് കഴിയുമ്പോൾ അതിന് മറുപടിയായിട്ട് ലക്ഷ്മണൻ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ശ്ലോകം ഇതാണ്. ആ ശ്ലോകം ഞാനൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നു പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുക മനുവംശാധീശ്വരപത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അതായത് ഇങ്ങനെ സീത ലക്ഷ്മണനോട് ദേഷ്യപ്പെട്ട്